ദിവ്യകാരുണ്യ സ്നേഹാനുഭവങ്ങൾ. ഇത് കപ്പുച്ചിൻ വൈദികനായ ഫാദർ ജോഷി അന്തോണി വാസുപുരത്തുകാരൻ. ദിവ്യകാരുണ്യ ഈശോ കരം പിടിച്ചു നയിക്കുന്ന അനുഭവങ്ങൾ ജോഷിയച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ജെറമിയ 1:4-5 ഇപ്രകാരം പറയുന്നു: കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നിന്നെ ഞാൻ വിശദീകരിച്ചു, അനേകം ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പേര് ഫാദർ ജോഷി അന്തോണി വാസുപുരത്തുകാരൻ കപ്പുച്ചച്ചനാണ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട രൂപതയിലെ മൂന്നുമുറി ഇടവകയിൽപ്പെടുന്ന കോടാലി എന്ന ചെറിയ പട്ടണത്തിലാണ്. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ മരിച്ചിട്ട് 28 വർഷത്തോളമായി. അമ്മച്ചിയുണ്ട്. അമ്മ 85 വയസ്സാണ്. ശക്തമായ പ്രാർത്ഥനയുടെ ബലം നൽകിക്കൊണ്ട് ഞങ്ങൾക്കൊക്കെ വലിയ അനുഗ്രഹമായിട്ട് അമ്മ മാറിയിരിക്കുകയാണ്. ഞങ്ങൾ 11 മക്കളായിരുന്നു. ഞാൻ 10ാമനായിട്ട് ജനിച്ചവനാണ്. പക്ഷേ അതിനിടയിൽ 2 പേര് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. മൂത്ത ചേട്ടന് ശേഷം ഉണ്ടായ 2 പേര് 5 മാസത്തിലും 1 വയസ്സിലുമൊക്കെ ഉള്ളപ്പോൾ അവർ മരിച്ചു. പിന്നീട് ഞങ്ങൾ അറിയപ്പെടുന്നത് 9 പേരെന്നാണ്. 4 ചേട്ടന്മാരും 3 പെങ്ങന്മാരും ചേച്ചിമാരും പിന്നെ എനിക്ക് ശേഷം 5 വർഷം ശേഷം ഉണ്ടായ എൻ്റെ അനിയനുമാണ്. അനിയൻ ഇപ്പോൾ രാജകോട്ട് രൂപതയിലെ വൈദികനാണ്. അച്ഛൻ്റെ പേര് ഫാദർ ലോറൻസ് വാസുപുരത്തുകാരൻ എന്നാണ്. അച്ഛൻ സെമിനാരിൽ റെക്ടറായിരിക്കാണല്ലോ, ലൈസൻഷിയേറ്റ് എല്ലാം കഴിഞ്ഞ് അച്ഛനിപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്കൂളിലെ ഡയറക്ടറായിട്ട് അവൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് തലപ്പാറ സാഞ്ചോ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ആണ്. അവിടെ 1.5 വർഷമായിട്ട് ഞാനിപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സഭ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി. അത് ആലുവ ബേസ്ഡ് ആണ്. ഓരോ 2 മാസം കൂടുമ്പോൾ 24 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവവിളിയും എൻ്റെ ബാല്യകാലവുമൊക്കെ വളരെ ശക്തമായ ദൈവ സാന്നിധ്യത്തിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. എനിക്ക് മറ്റുള്ള കുട്ടികളെ പോലെ വലിയ ഒരു സന്തോഷകരമായ ഒരു ബാല്യകാലം, കുട്ടിക്കാലം ഉണ്ടായിട്ടില്ല. കാരണം 14-15 വയസ്സ് വരെ എനിക്ക് ശക്തമായ രോഗപീഠകളുണ്ടായിരുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലൂടെയാണ് പലപ്പോഴും ജീവിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലാവുക. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും എന്നെ വൈദികനായിട്ട് കാണുമ്പോഴൊക്കെ എൻ്റെ വീട്ടുകാരും അമ്മയും എൻ്റെ ബന്ധുക്കളൊക്കെ പറയും, നിൻ്റെ തൂക്കത്തിനത്ര നിനക്ക് വേണ്ടി സ്വർണം ചിലവാക്കിയിട്ടുണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടെന്നാ പറയുക. 5ാം ക്ലാസ് മുതൽ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വൈദികനാകണമെന്ന്. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ സഹോദരന്മാരൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും അപ്പൻ അതിനൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ചൈതന്യം, ഒപ്പം വിശുദ്ധ കുർബാനയിൽ അമ്മയുടെ പങ്കെടുക്കുന്ന സജീവ സാന്നിധ്യം, അതൊക്കെ എന്നെ ഒരുപാട് ദൈവത്തിലേക്ക് അടുപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അമ്മ ദിവസവും ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന ആ ബലമായിരുന്നു ഞങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ ഈ ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹവും വിശുദ്ധ കുർബാന സ്വീകരിച്ചുള്ള അമ്മയുടെ ഭക്തിയും എന്നെ ഒരുപാട് ദൈവത്തിലേക്ക്, പ്രത്യേകിച്ച് അച്ഛനാകാനുള്ള ഒരു ഫോർമേഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അത് ഉപകരിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നീട് ഞാൻ പഠിച്ചത് ശേഷം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരിലേക്ക് വരുന്നത്. 2004 നവംബർ 17 ആണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുക. അപ്പോൾ 20 വർഷം പൂർത്തീകരിക്കുകയാണ്. പക്ഷേ ഈ ദൈവവിളിക്കുള്ളിൽ തന്നെ എനിക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എൻ്റെ അനുഭവം എനിക്ക് സാക്ഷ്യമാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ദൈവവിളി ക്യാമ്പിന് വേണ്ടി പോയി, സെലക്ഷനായി. പക്ഷേ തിരിച്ചു വന്നപ്പോൾ മറ്റൊരു പരാജയമിനെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ആ പരീക്ഷയിൽ തോറ്റു എന്നുള്ളതാണ്. അതാർക്കും എനിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. എൻ്റെ നീണ്ട ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളും രോഗപീഠകളുമൊക്കെ ഒരു കാരണമായിട്ടത് മാറിയിരുന്നു. എങ്കിലും തളർന്നു പോയ നിമിഷങ്ങളിലൊക്കെ എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ശക്തിയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞു, നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ദൈവം കൊണ്ടുപോയിരിക്കും എന്നുള്ളൊരു. പക്ഷെ അപ്പോഴൊക്കെയും അപ്പൻ നിസ്സഹായാവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നോട് കൂട്ടേ കൂടില്ല, നിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, നമുക്കതിനുള്ളൊരു ആത്മീയ പശ്ചാത്തലം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എങ്കിലും
പ്രീ ഡിഗ്രി ഞാൻ പഠിച്ചു. പ്രീ ഡിഗ്രി ശേഷം 1 വർഷത്തോളം ഞാൻ മറ്റു ഹയർ സ്റ്റഡീസിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ പലപ്പോഴും എനിക്ക് അപ്പൻ ധിക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം അപ്പനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ പഠിക്കാനായിട്ട് മുന്നോട്ടിറങ്ങി. പക്ഷെ എന്നാൽ അപ്പൻ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പണം കൊണ്ട് പഠിക്കണമെന്നൊരു വാശിയുള്ളിലേക്ക് വന്നു. ഞാൻ അതിനുശേഷം അപ്പനോട് പിണങ്ങി വലിയേട്ടൻ്റെ വീട്ടിൽ പോയി താമസിച്ച് കുറച്ച് നാൾ ജോലിക്കൊക്കെ ഞാൻ പോയിരുന്നു. പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ആ ജോലിയിൽ നിന്നൊക്കെ എനിക്ക് മടുപ്പ് അനുഭവം തുടങ്ങി. കാരണം 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന ആ വൈദികനാകണമെന്നുള്ളൊരു ആഗ്രഹം വീണ്ടും എന്നിലേക്ക് ശക്തമായിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു. പിന്നെ ഇടവകയിലെ കുടുംബ യൂണിറ്റുകളിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായി, കരിസ്മാറ്റിക് സമൂഹവുമായിട്ട് ഞാൻ കൂടുതലായിട്ട് ഇടപെട്ടു. ദിവസവും ദിവ്യബലിയിൽ പോകുന്നു, മണിക്കൂറോളം പ്രാർത്ഥിച്ചിരിക്കുന്നു, 3 ജപമാലയൊക്കെ ചൊല്ലിയിട്ട് ഞാൻ ഓരോ ദിവസവും ചെലവഴിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ CLCയിലെ പ്രസിഡൻ്റായിരുന്നു, കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് വൈദികനാകണമെന്ന ശക്തമായൊരു ചിന്ത ഉള്ളിലേക്ക് ശക്തമായിട്ട് വന്നത്. പക്ഷെ എങ്ങനെ പോകണം, എവിടെ പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആദ്യം ഞാൻ ഇടവക വൈദികരുടെ ക്യാമ്പിന് പോയിരുന്നുവെങ്കിലും എനിക്ക് അവിടേക്ക് പോകാൻ സാധിച്ചില്ല. പിന്നീട് എൻ്റെ ഇടവകയിലുള്ള ഒരു കപ്പുച്ചിൻ വൈദികൻ ഫജോസ് മുണ്ടാടം വഴിയായിട്ട് ഞാൻ ഈ സഭയെക്കുറിച്ച് കൂടുതൽ അറിയുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്തോറും എനിക്ക് കൂടുതലായിട്ടുള്ള ശക്തമായൊരു സാന്നിധ്യം, ദൈവാനുഭവം, ദൈവിക സാന്നിധ്യം എനിക്ക് ലഭിക്കുകയൊക്കെ ചെയ്തു. ഞാൻ തീരുമാനിച്ചു ഇത് തന്നെയായിരിക്കും തമ്പുരാൻ എനിക്ക് നൽകുന്ന വഴി. അതേ വർഷം തന്നെ ഞങ്ങളുടെ ഇടവകയിൽ കപ്പുച്ചിൻ മിഷൻ ധ്യാനം നടത്തുകയുണ്ടായി. അന്ന് വന്ന വൈദികരുടെ ശക്തമായ പ്രാർത്ഥനാ ചൈതന്യവും പ്രേക്ഷിത പ്രവൃത്തിയും ഒക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. പിന്നീട് ഞാൻ പ്രീ ഡിഗ്രി ശേഷം ഈ 1 വർഷത്തിന് ശേഷം അപ്പനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ഞാൻ ദൈവവിളി ക്യാമ്പിന് പോവുകയാണ്. ഭരണങ്ങാനത്തുള്ള CC ആശ്രമത്തിൽ ദൈവവിളി ക്യാമ്പിന് പോയി. 1 ആഴ്ച നീണ്ടുന്ന ക്യാമ്പ്. സെലക്ഷൻ കിട്ടി തിരിച്ചു വന്നു. പക്ഷേ എന്ത് ചെയ്താൽ അപ്പൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ എനിക്കും ശക്തമായ പ്രാർത്ഥന ചൈതന്യമായിട്ട് ദിവ്യാനുഭവത്തിൻ്റെ ശക്തമായ വക്താവായിട്ട് എൻ്റെ അമ്മ മാറിയിരുന്നു എന്നുള്ളതാണ്. അമ്മ പറഞ്ഞിരുന്നു, നിന്നെ ഈശോ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിനുള്ള ശക്തി തമ്പുരാൻ തരും, അൽഫോൻസമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കൂ എന്നുള്ളതാണ്. അൽഫോൻസമ്മയെ ധ്യാനിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ഉള്ളിലേക്ക് വരിക. കാരണം ജനിച്ച ദിവസം തന്നെയാണ് ഞാനും ജനിച്ചത്. അപ്പോൾ അങ്ങനെ ആ സഹനത്തിൻ്റെ ഒരു ബാക്കിയാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അതുപോലെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അമ്മ ഇതുപോലെ ആശ്വസിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൻ ഇങ്ങനെ സമ്മതിക്കാതിരുന്നിട്ട് പോലും ഞാൻ ക്യാമ്പിന് പോയി തിരിച്ചു വന്നു, സെമിനാരിൽ ചേർന്നു. 1993 ഞാൻ സുൽത്താൻ ബത്തേരിയിലുള്ള മൈനസിൻ്റെ ഇടയ്ക്ക് പ്രവേശിക്കുന്നത്. അന്നൊക്കെ എന്നെ ശക്തമായിട്ട് അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടും പോയാൽ ഉടനെ തിരിച്ചു വരുമെന്നുള്ള ചിന്ത അവരിലുള്ളത് കൊണ്ടും എന്നോട് പറഞ്ഞു പോകണ്ട. അതുകൊണ്ട് തന്നെ അപ്പൻ എന്നോട് മിണ്ടിയില്ല എന്നുള്ളതാണ്. 1-2 വർഷം അപ്പൻ എന്നോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ചോദിക്കാനോ മെനകെട്ടിയിരുന്നില്ല. പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അവധിക്ക് വരുമ്പോൾ പലപ്പോഴും അപ്പൻ്റെ പിണക്കം കുറേശ്ശൊക്കെ മാറി തുടങ്ങി, എന്നോട് സംസാരിച്ചു തുടങ്ങി. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. അപ്പൻ്റെ ഇഷ്ടമില്ലാത്ത മനസ്സുമായിട്ടാണ് ഞാൻ സെമിനാരിൽ ചേർന്നതെന്ന് പറഞ്ഞല്ലോ. ശേഷം 3-ാം വർഷം കട്ടപ്പനയിലായിരിക്കുമ്പോൾ അപ്പൻ്റെ അസുഖം അധികരിക്കുകയും പിന്നീട് 96 ജനുവരി 28 അപ്പൻ മരണമടയുകയും ചെയ്തു. അതെന്നെ വല്ലാത്ത അലർത്തി കളഞ്ഞു. കാരണം അപ്പന് ഇഷ്ടമില്ലാതെ വന്നത് അതുകൊണ്ടാവോ അപ്പന് ഞാൻ ഉടുപ്പിടുന്നത് പോലും കാണാൻ സാധിക്കാതെ മരിച്ചത് എന്നുള്ളൊരു ഫീല് ഉള്ളിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. അത് സംഘർഷത്തിന് കാരണമായി. അത് ദിവസങ്ങളോളം മാസങ്ങളോളം അലട്ടിയിരുന്നു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ദിവ്യകാരുണ്യത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ഞാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയങ്ങളിൽ, എന്താണ്, എങ്ങനെയാണ് അപ്പൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ അപ്പൻ സ്വർഗത്തിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കില്ല, ഞാൻ നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ദർശനം പോലെയാണോ, അതൊരു ആശ്വാസ വചനങ്ങൾ പോലെയാണോ ഇപ്രകാരം മുഴങ്ങുന്നത് ഞാൻ കേട്ടു. പേടിക്കേണ്ട, നിൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ചിന്ത, ഒരു ബോധ്യം. അത് വലിയൊരു സമാധാനത്തിന് പിന്നീട് എനിക്ക് കാരണമായി. അതിനുശേഷം പിന്നെ അത് എന്നെ അലട്ടിയിട്ടില്ല. കാരണം ഈശോയുടെ കൂടെ എൻ്റെ അപ്പനുണ്ട് എന്ന ചിന്ത. ആ അപ്പൻ ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള വലിയ വിശ്വാസവും ബോധ്യവും എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ സ്തുതിയായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് 97 ഞാൻ ഉടുപ്പിടുന്നത്. 1997 മെയ് 15. പക്ഷെ ആ സമയങ്ങളിലൊക്കെയും എന്നെ അലട്ടിയിരുന്നു. കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി ഒട്ടും നല്ലതല്ലായിരുന്നു. എപ്പോഴും ഡിസ്കഷന് അധികാരികൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യമായിരുന്നു എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, പറഞ്ഞു വിടുമോ. പക്ഷേ അപ്പോഴൊക്കെയും ഞാൻ തീക്ഷ്ണമായ ദിവ്യകാരുണ്യത്തിൽ ചെലവഴിക്കുന്ന ആ സമയങ്ങളിലുള്ള ആശ്വാസവും സമാധാനവും എന്നെ മുന്നോട്ട് പോകുവാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നു. 97 ഞാൻ ഉടുപ്പിട്ടതിന് ശേഷം പിന്നീട് ഫിലോസഫി കോളേജിലേക്ക് വന്നു. പിന്നീട് എൻ്റെ പഠനകാലഘട്ടം അങ്ങനെ പോയെങ്കിലും ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നീട് റീജൻസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ 2 ചെവികളും ബാല്യകാലം മുതലുണ്ടായിരുന്ന ഈ ചെവിയുടെ പ്രശ്നം പിന്നീട് പരിഹരിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുകയാണ്. അത് 2 ചെവികളും ഓപ്പറേഷൻ കഴിക്കുവാനായിട്ടും ഇയർ ഡ്രം വെച്ച് പിടിപ്പിക്കുവാനും പിന്നീട് എൻ്റെ പരിശീലന കാലഘട്ടം ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചു. 2004 നവംബർ 17 ദൈവിക കൃപയാൽ തിരുപ്പണം സ്വീകരിച്ചുകൊണ്ട് കപ്പുച്ചൻ സഭയുടെ ആലുവ സെന്റ് തോമസ് കപ്പുച്ചൻ പ്രൊവിൻസിന്റെ ഭാഗമായിട്ട് മാറുവാനായിട്ട് എനിക്ക് സാധിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പ്രിയമുള്ളവരെ, 2004 പട്ടത്തിന് ശേഷം ഒരു 4 വർഷത്തിന് ശേഷം പിന്നീട് എനിക്ക് ഈശോ നൽകിയ ചെറിയ സഹനത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. അത് ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് എന്നെ ഒരുപാട് വലിച്ചടുപ്പിക്കുന്ന ഒരു വലിയ സംഭവം കൂടെയായിരുന്നു. എൻ്റെ ഒരു സഹോദര വൈദികൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് എന്നെ വിളിച്ചു. എൻ്റെ ബി നെഗറ്റീവാണ്. അപ്പോൾ അന്ന് ആ ദിവസങ്ങളിൽ എനിക്ക് ശക്തമായ ചുമയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, തുമ്മലും ജലദോഷമൊക്കെ. അങ്ങനെ കുറച്ച് ദിവസം നീണ്ടു കഴിഞ്ഞപ്പോൾ അത് തുപ്പുമ്പോഴൊക്കെ എനിക്ക് ചെറിയ ബ്ലഡിൻ്റെ അംശം എൻ്റെ തുപ്പലത്തിൽ അല്ലെങ്കിൽ സ്പ്യൂട്ടത്തിൽ കാണാനായിട്ട് ഇടവന്നു. അപ്പോൾ ഞാൻ ബ്ലഡ് കൊടുക്കാൻ പോയപ്പോൾ അവിടെയുള്ള ആ നേഴ്സിനോട് ഞാൻ പറയുകയും നേഴ്സ് പറഞ്ഞു, എന്നാൽ ബ്ലഡ് ഇപ്പോൾ കൊടുക്കാൻ പാടില്ല, നമുക്കൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാലോ അച്ഛാ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛൻ്റെ ഒരു ലങ്സിൻ്റെ എക്സ്റേ എടുക്കണം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള തീരുമാനിക്കാം, അല്ലെങ്കിൽ വിശദമായ ചെക്കപ്പിന് അച്ഛൻ വിധേയനാകണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ബ്ലഡ് കൊടുക്കാതെ ഞാൻ തൃശ്ശൂർക്ക് തിരിച്ചു പോന്നു. തൃശ്ശൂർ അധികാരികളോട് ഞാൻ ചെന്ന് സുപ്പീരിയേഴ്സിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ മിഷൻ ആശുപത്രിയിൽ പോകാം, തൃശ്ശൂരുള്ള മിഷൻ ആശുപത്രിയിലേക്ക് പോവാം, നമുക്ക് അവിടെ ചെക്കപ്പ് നടത്താം. അതിനോട് ചെന്നു. അവിടെ ശ്വാസകോശ സംബന്ധമായ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയും ഡോക്ടറെ കാണുകയും ഡോക്ടർ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ റൈറ്റ് ലങ്സിൻ്റെ ശ്വാസകോശത്തിൻ്റെ താഴെയുള്ള അറ, ലോവർ പോർഷൻ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണെന്നുള്ളത്. അതോടുകൂടെ എനിക്ക് വല്ലാത്തൊരു സങ്കടം വിഷമൂലിലേക്ക് അധികരിച്ചു കയറി. കാരണം വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന വേദനകളും രോഗങ്ങളും ഇന്നും പിന്നീടും എന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളൊരു നിരാശ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഉടനെ തന്നെ സുപ്പീരിയേഴ്സിനെ വിളിച്ച് പറഞ്ഞു, അവർ പറഞ്ഞിട്ട് അസ്വസ്ഥനാകാതിരിക്കൂ, നീ തിരിച്ചു വരൂ, നമുക്ക് സെക്കൻഡ് ഒപ്പീനിയനും തേർഡ് ഒപ്പീനിയനൊക്കെ എടുക്കാം. അങ്ങനെ ആ ദിവസങ്ങളിൽ എന്നെ കൊണ്ട് അച്ഛന്മാർ തൃശ്ശൂരുള്ള ഒട്ടുമിക്ക ആശുപത്രിയിലേക്കും പോവുകയുണ്ടായി. പിന്നീട് ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് പോയത് അമല ആശുപത്രിയിലാണ്. അവിടെയുള്ള പൾമണോളജി വിഭാഗത്തിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. അവിടെയുള്ള ഡോക്ടർ ശോഭ സുബ്രഹ്മണ്യം വളരെ വിദഗ്ധമായ രീതിയിൽ തന്നെ ഇതിനെ നേരിടാനായിട്ട് എന്നെ പഠിപ്പിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഒരു ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റ് നടത്താം, എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. അങ്ങനെ എന്നെ ബ്രോങ്കോസ്കോപ്പി ടെസ്റ്റിന് വിധേയമാക്കി. ആ സമയങ്ങളിൽ ഞാൻ അമലയിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോഴൊക്കെയും എൻ്റെ വീടിലും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരിലൊക്കെ ഇപ്രകാരം ഒരു ചിന്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ജോഷിക്ക് ലങ്സിൽ ക്യാൻസറാണെന്ന് വെച്ചാൽ. അത് എന്നെ അറിയാതെ തന്നെ പലപ്പോഴും വേദനയിലേക്ക് കൊണ്ടുപോയിരുന്നു.
ആ രാത്രികളിലൊക്കെ ഞാൻ ആശ്രയിച്ചിരുന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് മുൻപാകെയാണ്. ഈശോ ഇത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. കാരണം ആദ്യം കണ്ട ഡോക്ടർ ഉടനെ തന്നെ എന്നോട് പറഞ്ഞത് ലങ്സിൻ്റെ പകുതി ഭാഗം മുറിച്ച് കളയണമെന്നാണ് പറഞ്ഞത്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴും ക്യാൻസർ എന്നുള്ള ആ സങ്കല്പത്തിന് തന്നെ മാറ്റി, അതല്ലാതെ ലങ്സിന് ഇൻഫെക്ഷനാണ് എന്നുള്ള ആ ഒരു ചിത്രമാണ് പിന്നീട് എനിക്ക് ഡോക്ടർമാർ വെളിവാക്കി തന്നത്. ദൈവസ്തുതിയായിരിക്കട്ടെ. പിന്നീട് ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ നമുക്ക് ഈ ലങ്സ് മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അച്ഛൻ ചെറുപ്പമാണ്, നമുക്ക് മെഡിക്കേഷനിലൂടെ ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഈ മെഡിക്കേഷൻ അങ്ങനെ 8 വർഷത്തോളം ഞാൻ കൊണ്ടുപോയി. ഈ 8 വർഷത്തോളം മെഡിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ പിന്നീട് എന്നെ ഹയർ സ്റ്റഡീസിന് വിട്ടു. സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് ചെയ്യാൻ സാധിച്ചു. ശേഷം പിന്നീട് പല കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. ഒപ്പം തന്നെ ഈ വേദനകളും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെയൊക്കെയും ഞാൻ ശക്തമായിട്ട് ആശ്രയിച്ചത് ഈ ദിവ്യകാരുണ്യത്തിൽ തന്നെയാണ്. അതെനിക്ക് കൂടുതൽ ഉഷാറായിട്ട് ഉന്മേഷത്തോടെ മുന്നോട്ട് പോകാൻ ശക്തമായിട്ട് സാന്നിധ്യമായിട്ട് മാറി. എന്നാൽ പിന്നീട് ഇത് കുറേയും കൂടെ മോശമായത് ഞാൻ ഖത്തറിൽ 1 മാസത്തെ ഈസ്റ്റ് ക്രിസ്മസ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്. അവിടെ മിനിസ്ട്രി കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാനൊരു കളമശ്ശേരിയിലുള്ള ഒരു പ്രസിദ്ധമായ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്ക് 1 മാസത്തെ ലീവ് എടുത്തിട്ടാണ് ഞാൻ ഖത്തറിലേക്ക് പോയത്. പിന്നീട് വന്ന് ജോലി പ്രവേശിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തല കറങ്ങി വീണതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിരുന്നു. പിന്നീട് നഴ്സ് വന്ന് പരിശോധിച്ചപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. ഉടനെ തന്നെ നഴ്സ് പറഞ്ഞു, അച്ഛാ ഡോക്ടറെ കാണണം, അതുകൊണ്ട് അച്ഛൻ ലീവ് എടുത്ത് എത്രയും പെട്ടെന്ന് പോയിക്കൂ എന്നതിനോടുള്ള ഒരു വാക്ക് എൻ്റെ അടുക്കലേക്ക് വന്നു. പിന്നീട് ഞാൻ ആലോ നസ്രത്ത് ആശ്രമത്തിലായിരിക്കുന്ന സമയത്താണ് സംഭവിക്കുക. അവിടുത്തെ സ്പിരിച്വലിനോട് ഞാൻ സംസാരിച്ചു. അച്ഛനുടനെ തന്നെ എന്നെ കാർമൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിച്ചു. കാരണം വെള്ളി, ശനി, ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച എനിക്ക് ജോലിയിൽ പ്രവേശിക്കാമല്ലോ എന്ന ചിന്തയോടുകൂടെ ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോയി. പക്ഷെ തിങ്കളാഴ്ച ആയപ്പോഴും ഈ പനി വിട്ടുമാറുന്നില്ല. ഭയങ്കര ശക്തമായ പനി തന്നെയാണ്. പിന്നീട് സ്പീച്ച് അച്ഛനായ ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി അച്ഛൻ എന്നെ പെരുമ്പാവൂരുള്ള സാഞ്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നെ കണ്ട വശം ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, അച്ഛൻ്റെ ശരീരം മുഴുവനും കഫം നിറഞ്ഞിരിക്കുകയാണ്, നമുക്ക് ഇവിടെ ഒരാഴ്ച കിടക്കണം, മിനിമം 7 ദിവസം കിടക്കണം, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. വീണ്ടും ലീവ് എഴുതി കൊടുത്തുകൊണ്ട് ഞാൻ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആവാണ്. അവിടെയാണ് പിന്നീട് എൻ്റെ ആ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ആ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ഒരു തീരുമാനമാക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചത്. അപ്പോഴൊക്കെ അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ദിവ്യകാരുണ്യനാഥന് മുന്നിൽ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശേഷം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം എന്നോട് ഈ ലങ്സിൻ്റെ പ്രശ്നം അധികരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പഴയ ഡോക്ടറായ ശോഭ ഡോക്ടറുടെ അടുക്കിലേക്ക് പോയി. അന്ന് ആ ഡോക്ടർ അമൃത ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഡോക്ടർ പറഞ്ഞു, അച്ഛപ്പോൾ 8 വർഷത്തോളം അച്ഛത് കൊണ്ടു നടന്നില്ലേ, ഇനി നമുക്ക് അതവിടെ റിമൂവ് ചെയ്യാം, ആ എടുത്തു കളഞ്ഞ പിന്നെ അച്ഛനെ പഴയതുപോലെ ഇത് അലട്ടിക്കൊണ്ടിരിക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് തന്നു. തുടർന്ന് പ്രൊവിൻഷ്യൽ അച്ഛന്മാരും അല്ലെങ്കിൽ അധികാരികളുമൊക്കെ ആയിട്ട് ഉപദേശം നേടുകയും അവരുടെ നിർദ്ദേശാനുസരണം അതിനെ റിമൂവ് ചെയ്യുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ ഒരുവിധ ആശുപത്രികളിലേക്കൊക്കെ പോവുകയുണ്ടായി. ഇതിലെങ്ങനെയാണ് നമുക്ക് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ വ്യക്തിക്ക് അനുകൂലമായ രീതിയിൽ അതിനെ അതിന് മോചനം സൗഖ്യം നേടാനായിട്ട് പ്രേരിപ്പിക്കേണ്ടത് എന്നൊക്കെ അറിയാനായിട്ട്. അവസാനം ഞങ്ങൾ ചെന്ന് എത്തപ്പെട്ടത് വെല്ലൂരുള്ള CMC മെഡിക്കൽ കോളേജിലാണ്. അവിടെ പോകാനുള്ള ഒരു കാരണം എൻ്റെ അമ്മയുടെ അനിയത്തി ആൻറ്റി മദർ തെരേസ കോൺഗ്രിഗേഷണൽ സിസ്റ്റർ ആയിരുന്നു. അവിടുത്തെ മദറായിരുന്നു വെല്ലൂർ അവിടുത്തെ സ്ഥാപനത്തിൽ. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അന്ന് ഇങ്ങോട്ട് വരും, നമുക്കിവിടെ ചികിത്സിക്കാം. അങ്ങനെയാണ് വെല്ലൂർക്ക് പോകുന്നത്. അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റും നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, തൊറാസിക് സർജൻ ഡോക്ടർ പറഞ്ഞു, ഇത് പണ്ടേ എടുത്തു കളയേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് നിങ്ങൾ നീട്ടി വലിച്ചുകൊണ്ട് ഇത്രയും വർഷം പോയി, എങ്കിലും കുഴപ്പമില്ല, ഇനി വച്ചു തേടണ്ട, നമുക്ക് എടുത്തു കളയാം. അപ്പോൾ ആ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഡോക്ടർ മറ്റൊരു സൂചനയും കൂടി എനിക്ക് തന്നിരുന്നു. റൈറ്റ് ലങ്കിൻ്റെ ലോവർ പോർഷൻ മാത്രമല്ല, 2ാമത്തെ പോർഷനിലേക്കും ഈ കേട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ വീണ്ടും നമുക്ക് നിരാശിക്കാനുള്ള വകയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും എൻ്റെ ഒരു സങ്കടം, ആ CMC മെഡിക്കൽ കോളേജിൽ ഒരു കത്തോലിക്ക ആശുപത്രി അല്ല, നമുക്കറിയാം, അത് മറ്റുള്ള ഡിനോമിനേഷൻ്റെ അവിടെ ചാപ്പലൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ചാപ്പലിൽ പോകാനുള്ളൊരു
സമയമൊന്നും എനിക്കവിടെ കിട്ടിയില്ല. പക്ഷെ എങ്ങനെയാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ബലം സംഭരിച്ചെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. എൻ്റെ മേമയുടെ ആൻറ്റിയുടെ മഠത്തിലുള്ള ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ ആശുപത്രിയിൽ വരുന്ന ഒരാഴ്ചയ്ക്ക് മുൻപ് അവിടെ ദിവസവും ദിവ്യബലി അർപ്പിക്കുകയും അവരോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെയുള്ള സഹോദരിമാരും സിസ്റ്റേഴ്സ് എനിക്ക് വേണ്ടി ഓരോ ദിവസവും ദിവ്യകാരുണ്യ സന്നിധിയിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഓപ്പറേഷൻ ദിവസങ്ങൾക്ക് അടുക്കുമ്പോഴേക്കും ഞാൻ വല്ലാതെ അസ്വസ്ഥനായി കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെങ്കിലും സിസ്റ്റേഴ്സും ബാക്കിയുള്ളവരൊക്കെ എനിക്ക് ബലം നൽകുവാനായിട്ട് എന്നും വന്നിരുന്നു. പക്ഷെ എന്നെ ചികിത്സിച്ച എൻ്റെ ഓപ്പറേഷന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയ ഡോക്ടർ റോയ് ജ്ഞാനമുത്തു എന്ന ഒരു ക്രിസ്ത്യൻ ഡോക്ടറാണ്. അദ്ദേഹം വളരെയധികം ശക്തമായ സാന്നിധ്യമായിട്ട് മാറിയിരുന്നു. എനിക്കൊരു ദൂതനെ പോലെയാണ് അത് തോന്നിയത്. കാരണം ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ എനിക്ക് വഴിയില്ല, നിവൃത്തിയില്ല. ഒരാഴ്ചയോളം അവിടെ ആശുപത്രിയിൽ കിടക്കണം, പിന്നീട് വീണ്ടും 28 ദിവസത്തോളം റെസ്റ്റ് ചെയ്യണം. അവിടേക്ക് എങ്ങനെയാണ് എനിക്ക് ദിവ്യകാരുണ്യം കൂടാതെ വിശുദ്ധ കുർബാന കൂടെ കഴിയാൻ സാധിക്കുക? പക്ഷെ അവിടെയൊക്കെ എനിക്ക് ഭയങ്കര ബലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ റോയ് ജ്ഞാനമുത്ത് എന്ന ഡോക്ടറാണ്. ദൈവം അയച്ചൊരു കാവൽ മാലാക പോലെ അല്ലെങ്കിൽ ഒരു മാലാകയെ പോലെ എനിക്ക് അദ്ദേഹം ഒരു സാന്നിധ്യമായിട്ട് മാറിയിരുന്നു. അദ്ദേഹം ഞാൻ നിരാശയിലേക്ക് പോകുന്നെന്ന് കണ്ടപ്പോഴൊക്കെയും എന്നെ കൂടുതലായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അദ്ദേഹം 2 കൈകളും കൂട്ടി പിടിച്ചുകൊണ്ട് എപ്പോഴും പറയും, ഫാദർ ജോഷി, യു ആർ എ പ്രീസ്റ്റ് ആൻഡ് ഗോഡ് വിൽ നെവർ ഫോർസേക്ക് യു. ദൈവം ഒരിക്കലും മറക്കൂല. കാരണം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ വൈദികർ. ആ ഡോക്ടറിൻ്റെ ശക്തമായ ഉപദേശവും പ്രാർത്ഥനയും ശക്തമായ സപ്പോർട്ടും എന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. ആഴമായ സഹനത്തിൻ്റെ മേഖലകളായിരുന്നു ആ ഒരു 7 ദിവസം എനിക്കുണ്ടായിരുന്നത്. രാത്രിയിൽ നിന്ന് ഉറങ്ങാൻ സാധിക്കാതെ തുടരെ 4 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്കും വീണ്ടും അധികം ശക്തമായ വേദനയിലൂടെ കടന്നു പോയിരുന്ന നിമിഷങ്ങളായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് പലതരത്തിലുള്ള സർജറികൾ ഒരു പ്രൊമോട്ട് ചെയ്തിരുന്നു. റോബോട്ടിക് സർജറിയും പിന്നെ മിഷനറിക്കുള്ള സർജറിയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഡോക്ടർ റോയ് ജ്ഞാനമുത്ത് സാർ പറഞ്ഞത് അങ്ങനെയുള്ള സർജറി വിരോധമില്ല, പക്ഷേ ലങ്സ് ഇരിക്കുന്നത് വാരിയലിനുള്ളിലായതുകൊണ്ട് അതിന് ഓപ്പൺ സർജറി തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് എൻ്റെ പുറക് വശം ഓപ്പൺ ചെയ്തിട്ടായിരുന്നു നീണ്ട മേജർ സർജറിക്ക് എന്നെ വിധേയനാക്കിയത്. പിന്നീട് എനിക്ക് ഓരോ ദിവസവും നരകയാതന അനുഭവിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു. എങ്കിലും ഈ ഡോക്ടറിൻ്റെ ശക്തമായ സാന്നിധ്യം, പ്രാർത്ഥന എനിക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് വന്നു. പിന്നീട് അതിനുശേഷം ഞാൻ മഠത്തിലേക്ക് വന്നു. അവിടെ ഒരു ഗസ്റ്റ് റൂമിൽ എന്നെ അവർ കിടത്തി പരിചരിച്ചു. എന്നെ പരിചരിക്കുവാനായിട്ട് അന്നത്തെ റീജൻ്റായിട്ടുള്ള റിജോ തൈക്കാടൻ അച്ഛൻ, അദ്ദേഹം അച്ഛനാണ്, അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ശക്തമായ സാന്നിധ്യവും പ്രാർത്ഥനയും എനിക്ക് കൂടുതലായിട്ട് ഇതിനെ താങ്ങാനും നേരിടാനും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് അടുക്കുവാനും എന്നെ പ്രേരിപ്പിച്ചു. ആ ഓരോ ദിവസവും ആ മഠത്തിൻ്റെ ചെറിയ ചാപ്പലിൽ കത്തിച്ചു വെച്ച മെഴുതിരിക്ക് മുൻപാകെ പോയിരുന്ന് ഞാനും എൻ്റെ ഈശോ എനിക്ക് നൽകിയ സഹനത്തെക്കുറിച്ച് ധ്യാനിച്ച് മനസ്സ് തരണമേ സ്വീകരിക്കാനായിട്ട് എന്ന് ആഴമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ശേഷം പിന്നീട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ആലുവ പ്രൊവിൻഷ്യൽ ഹൗസിൽ വീണ്ടും എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അവിടെ ഇരുന്നു കൊണ്ട് തുടർന്ന് പഠിപ്പിക്കുവാനുള്ളൊരു പ്രേരണ എനിക്ക് വന്നിരുന്നു. കുറച്ച് നാൾ വീണ്ടും ഞാൻ പഠിപ്പിക്കാനായിട്ട് പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ നിർദ്ദേശത്തിന് ഞാൻ പോയി. പക്ഷെ അതെനിക്ക് ഞാൻ എപ്പോഴൊക്കെയോ പഠന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകും, അപ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സഹനങ്ങളോ ത്യാഗങ്ങളോ തന്നത് മുടക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ വിളി ഏതാണ്, പലപ്പോഴും ആ കരിയറാണോ അതിതാണോ എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി അതെല്ലാം ഉപേക്ഷിച്ച് പിന്നീട് ഞാൻ ആലുവ ആശ്രമത്തിൽ തന്നെ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്രാൻസിസ്കൻ സഭയുടെ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ സ്ഥാപനത്തിൽ ചേർന്നുകൊണ്ട് ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി. ദിവ്യകാരുണ്യ ഈശോ ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ ചിരകാല സ്വപ്നമായ ഒരു കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള ഒരു പദ്ധതി വരുത്തുകയായിരുന്നു. സഭയുടെ പ്രോവിൻസിൻ്റെ നിർദ്ദേശാനുസരണം ഞങ്ങളവിടെ ഒരു ചെറിയ കൗൺസിലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആരംഭം കുറിച്ചു. പാക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്ന പേരിൽ ഞങ്ങളത് 2022 മുതൽ ഇന്ന് വരെ ഞങ്ങളത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ നിത്യമാം ജീവന്റെ മാർഗമാകാൻ എന്നും ആരാധ്യനായി വാഴുമീശോ
ഈ തിരുവോസ്തിയിൽ വാസമായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. പ്രിയമുള്ളവരെ, എൻ്റെ ഓപ്പറേഷന് ശേഷം, മേജർ സർജറിക്ക് ശേഷം പിന്നീടുണ്ടായ വിശുദ്ധ കുർബാന അർപ്പണമൊക്കെ എനിക്ക് വലിയൊരു അനുഭവത്തിൻ്റെ മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും ഒരുപാട് ഫോഴ്സായിട്ട് ആണ് ഞാൻ എൻ്റെ ശബ്ദം ഉയർത്താറ്. വിശുദ്ധ കുർബാന ചെല്ലുമ്പോൾ എനിക്ക് നല്ല മൈക്ക് സിസ്റ്റമൊക്കെ ഇല്ല എങ്കിൽ എനിക്ക് ഒരുപാട് ഉച്ചത്തിൽ ഫോഴ്സ്ഫുള്ളായിട്ട് കുർബാന അർപ്പിക്കണം, ഹൈ പിച്ചിലേക്ക് പോകും. അത് ഒരു മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ഈ വിശുദ്ധ കുർബാനയും അല്ലെങ്കിലുള്ള പ്രസംഗങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും ഞാൻ വളരെ തളർന്ന അവശനാവാറുണ്ട്. വെള്ളം കുടിക്കും അതിനിടയിൽ. പിന്നെ വീണ്ടും സ്വരം വീണ്ടും എടുത്തതിന് ശേഷമൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇത് ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം എൻ്റെ ഈ പരിശ്രമം, എൻ്റെ ഈ ബുദ്ധിമുട്ട് എനിക്ക് ഈശ്വരൻ ചെറിയ സഹനമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായ രീതിയിൽ തമ്പുരാൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാകണമെന്ന ചിന്ത എൻ്റെ മനസ്സിലേക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വലിയൊരു ആത്മീയ നിറവിന്, അനുഭവത്തിന് കാരണമായിട്ടുണ്ട്. ദിവ്യകാരുണ്യ ഈശ്വരനാഥൻ പലപ്പോഴും എനിക്ക് ഈ വിശുദ്ധ കുർബാനയോടനീളം വലിയൊരു സാന്ത്വനമായിട്ട് എനിക്ക് മാറാറുണ്ട്. പ്രത്യേകിച്ചും ഈശോയിനെ നമ്മൾ ഓശാന പാടി സ്തുതിക്കുന്ന ആ സമയം ഈശോ സിംഹാസനത്തിരിക്കുന്ന ഒരു വലിയൊരു പ്രതീതി എൻ്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചുകൊണ്ട് തന്നെ അത് ദർശിക്കുവാനായിട്ട് എനിക്ക് പലപ്പോഴും അത് ഇടവരുത്തും. രണ്ടാമത് കൂദാശവചനം ഉച്ചരിച്ചുകൊണ്ട് എൻ്റെ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു സമാശ്വാസത്തിനുള്ളിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊന്ന് രോഗാഷണ പ്രാർത്ഥന സമയത്താണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിലവരണമെന്നുള്ള പ്രാർത്ഥന പലപ്പോഴും എനിക്ക് ആവുന്നതിനേക്കാൾ ഉച്ചത്തിൽ ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ എനിക്കൊരു വലിയൊരു ആശ്വാസം, പീസ് ഓഫ് മൈൻഡ് എനിക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥനയും ഒപ്പം തുടർന്ന് വരുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അല്പസമയം ഞാൻ ശാന്തമായി മൗനമായി ഞാൻ കൈകൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ചെലവഴിക്കാറുണ്ട്. അവിടെയൊക്കെ എനിക്ക് കൃത്യമായിട്ടുള്ള അനുഭവത്തിലൂടെ പരിശുദ്ധ കുർബാനയുടെ കൃപയുടെ അഭിഷേകത്തിൻ്റെ ചൈതന്യത്തിലൂടെ കടന്നു പോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ 3 അനുഭവങ്ങൾ മാത്രമല്ല, വിശുദ്ധ കുർബാനയോടനീളം എനിക്ക് കൂടുതലായിട്ട് തോന്നിയിരുന്നത് ക്രിസ്തു 3 മണിക്കൂറുകളോളം കാൽവരിയുടെ മേലിൽ, കാൽവരി കുരിശിൽ സഹിച്ച ആ സഹനത്തിൻ്റെ ചെറിയൊരു അംശമായിട്ട് എന്നെയും കർത്താവ് ഉപകരണമാക്കുന്നുണ്ടല്ലോ എന്നുള്ളതിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തെ ആദ്യകാലങ്ങളിൽ എനിക്ക് വിഷമമായിരുന്നുവെങ്കിലും പിന്നീട് എനിക്കൊരു അനുഭൂതിയായിട്ട് മാറി, അനുഗ്രഹമായിട്ട് മാറി, സന്തോഷമായിട്ട് മാറി. പലപ്പോഴും പലരും അച്ഛൻ്റെ കുർബാന എനിക്ക് സന്തോഷമായിരുന്നു, അനുഭവമായിരുന്നു പറയുമ്പോൾ ഞാൻ ദൈവസ്തുതി പറഞ്ഞുകൊണ്ട് കൂടുതൽ തീക്ഷ്ണത പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം പലപ്പോഴും മിനിസ്ട്രികൾക്ക് വേണ്ടി, സിസ്റ്ററുകൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. 2 കുർബാനയോ അല്ലെങ്കിൽ 3 കുർബാനയൊക്കെ പലപ്പോഴും വേണ്ട കുമ്പസാരങ്ങളൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ എനിക്ക് വളരെ സമാധാനത്തിനും ആശ്വാസത്തിനും കൃപയ്ക്കും വേണ്ടിയൊക്കെ വഴി തെളിച്ചു എന്നുള്ളതാണ്. ബാല്യകാലത്തുണ്ടായിരുന്ന ആ രോഗപീഠകൾ ഒരു തരത്തിലും സാധ്യമല്ല എന്ന് ചിന്തിച്ചിരുന്ന കുടുംബവും നാട്ടുകാരും വീട്ടുകാരും ഞങ്ങളെല്ലാവരും ഈ വ്യക്തിക്ക്, ഈ കുട്ടിക്ക് വൈദികനാകാൻ സാധിക്കില്ല എന്ന സംശയവും കളിയാക്കലും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ദൈവം തൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് ജെറമയ പ്രവാചകൻ പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുൻപേ അറിഞ്ഞിരുന്നു, നിന്നെ അനേകം ജനതകളുടെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്നുള്ള ആ ചിന്തകളുടെ, ആ വാക്കുകളിലെ പൂർത്തീകരണം എന്ന നിലയിൽ ഇന്ന് ദൈവത്തിൻ്റെ പുരോഹിതനായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവനാമത്തിന് ഉപരി മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ.